സൗദിയിലെ വാർഷിക പണപ്പെരുപ്പ നിരക്ക് മാറ്റമില്ലാതെ തുടരുന്നു. സെപ്റ്റംബറിലും ഒക്ടോബറിലും രേഖപ്പെടുത്തിയത് 2.2 പണപ്പെരുപ്പ നിരക്കാണ്. ഭവനം, ജലം, വൈദ്യുതി, ഗ്യാസ്, മറ്റിന്ധനങ്ങൾ എന്നിവയിലും വീട്ടുവാടകയിലും വിലക്കയറ്റമാണ് പണപ്പെരുപ്പത്തിന് കാരണം. ബജറ്റിലെ അധിക ചെലവിനെ തുടർന്നുള്ള നിയന്ത്രണങ്ങളും ഇതിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. സൗദി അറേബ്യയിൽ കഴിഞ്ഞ 6-7 മാസമായി സമാനമായ രീതിയിൽ തന്നെ 2.2% മുതൽ 2.7% വരെയുള്ള നിരക്കിലാണ് പണപ്പെരുപ്പം തുടരുന്നത്. ഈ പണപ്പെരുപ്പത്തിന് വളരെ പ്രധാനപ്പെട്ട കാരണമായി സ്റ്റാറ്റിസ് അതോറിറ്റി ചൂണ്ടിക്കാട്ടുന്നത് വീട്ടുവാടക വർധന, അതായത് അപ്പാർട്ട്മെന്റുകളുടെയും ഒപ്പം തന്നെ വില്ലകളുടെയും നിരക്കിലുണ്ടായ വർധന, ഇതിന്റെ വാടക വർധന, ഒപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടായ അമിതമായിട്ടുള്ള വിലയേറ്റം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിത്യോപയോഗ വസ്തുക്കളുടെ, പ്രത്യേകിച്ച് പാചകവാതകം, ഒപ്പം തന്നെ വൈദ്യുതി, ഇതുൾപ്പെടെയുള്ള വിവിധ ഇനങ്ങളുടെ നിരക്കിലുണ്ടായ വർധനവാണ് ഈ പണപ്പെരുപ്പത്തിന് കാരണമായി സൗദിയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റി ചൂണ്ടിക്കാട്ടുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ നിത്യോപയോഗ വസ്തുക്കളുടെ വിലവർധനവാണ്. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും സൃഷ്ടിക്കുന്നതാണ് ഈ പണപ്പെരുപ്പം എന്നുള്ളതാണ് ഈ കണക്കിൽ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ മാസങ്ങളായിട്ടുണ്ടായിരുന്ന വലിയ തോതിലുള്ള പണപ്പെരുപ്പത്തിന് കുറവ് വന്നതായും കഴിഞ്ഞ 2 മാസങ്ങളായി ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ പണപ്പെരുപ്പം നിലനിർത്താൻ സാധിച്ചതായും സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഏതായാലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതുമായ വിലയേറ്റം എന്ന് പറയുന്നത് വാടക മേഖലയിൽ ഉണ്ടായ നിരക്ക് വർധനയാണ്. ഇത് നേരിടാനായി നേരത്തെ റിയാദിൽ വാടക നിരോധന നിയമം 5 വർഷത്തേക്ക് നടപ്പാക്കിയിട്ടുണ്ട്. ഇത് ആവശ്യമെങ്കിൽ മറ്റ് പ്രൊഫഷനുകളിലേക്കും നടപ്പാക്കുമെന്നുള്ളതും റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി അറിയിച്ചിരുന്നു. ഈ ഒരു മേഖലയിലുള്ള ഈ റെന്റ് ഫ്രീസോട് കൂടി, അതായത് വാടക നിരക്ക് വർധന വിലക്കോട് കൂടി വരും മാസങ്ങളിൽ പണപ്പെരുപ്പത്തിൽ കുറവ് വരുമെന്നുള്ളതാണ് മന്ത്രാലയം നൽകുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. മറ്റൊന്ന് നിത്യോപയോഗ വസ്തുക്കളുടെ വിലയേറ്റമാണ്. ഇത് നേരിടാൻ ആവശ്യമായിട്ടുള്ള കർമ്മ പദ്ധതിയും ഉണ്ടാക്കുമെന്ന് സൗദിയിലെ അതോറിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സൗദിയുടെ ബജറ്റിൽ തന്നെ നേരത്തെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിന്റെ പ്രധാന ഘടകമായി ചൂണ്ടിക്കാട്ടിയിരുന്നത് വേണ്ട വിധം ഫണ്ട് വിപണിയിലേക്ക് എത്താത്തതിന്റെ ഒരു കാരണമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം സൗദി അറേബ്യ ഒരേ സമയം പ്രഖ്യാപിച്ച പലവിധ മെഗാ പ്രൊജക്റ്റുകളുണ്ട്. ഇതിലേക്ക് ഒരേ സമയം ഒന്നിച്ച് പണം എത്തിക്കുവാനുള്ള ഒരു പ്രയാസം നേരത്തെ തന്നെ വിവിധ മേഖലകളിലുള്ള റിയൽ എസ്റ്റേറ്റ് വകുപ്പുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഇത് നേരിടാനായി വ്യത്യസ്ത മേഖലയിലൂടെ, പ്രത്യേകിച്ച് മതകാര്യ ടൂറിസം, അതോടൊപ്പം തന്നെ ലോജിസ്റ്റിക്സ് മേഖല, ഇങ്ങനെ വ്യത്യസ്തമായ മേഖല വഴി പണം രാജ്യത്തെ ബജറ്റിലേക്ക് അല്ലെങ്കിൽ ഖജനാവിലേക്ക് എത്തിക്കുവാനുള്ള പദ്ധതി കൂടി ഇപ്പോൾ സാമ്പത്തിക വകുപ്പും ഒപ്പം തന്നെ എക്കണോമിക് ആൻഡ് പ്ലാനിംഗ് മിനിസ്ട്രിയും ഒരേ സമയം തന്നെ പ്ലാൻ ചെയ്യുകയും ഒപ്പം തന്നെ പദ്ധതി നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ഈ പണപ്പെരുപ്പത്തിന്റെ തോത് വരും മാസങ്ങളിൽ കുറയുമെന്നുള്ള പ്രതീക്ഷയാണ് മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത്. നിത്യോപയോഗ വസ്തുക്കളുടെ വിലയിലും നേരത്തെ ഉണ്ടായിരുന്ന വർധനവ് അല്പം ശമനം വന്നതായിട്ട് മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം തന്നെ ഈ വൈദ്യുതി നിരക്ക്, അതോടൊപ്പം തന്നെ വാടക നിരക്ക്, അത് റിയാദ് ഒഴികെയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ജിദ്ദ ഉൾപ്പെടെയുള്ള മേഖലയിലെല്ലാം തന്നെ ഈ വാടക നിരക്കിൽ കാര്യമായ മാറ്റമില്ല എന്നുള്ളതാണ് പുതിയ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റിയുടെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്.